നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ജ്ഞാനപ്പാന തുടരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് മനുഷ്യനെ തന്നെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. 3 തരം വിഭാഗക്കാരെ പറ്റി പറഞ്ഞു. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം എന്നാണ് നിർത്തിയത്. അടുത്ത വരി, പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. സാഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. നമ്മളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് അധികാരി ഭേദമെന്നാണ് ഇപ്പോൾ നമ്മൾ വിവരിക്കുന്ന ഭാഗത്തിനെ പറയുന്നത്. അപ്പോൾ കർമ്മമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ധാരാളം കർമ്മശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്രങ്ങളിൽ പറയുന്ന തത്വങ്ങൾ ഈ എല്ലാം പഠിച്ചു കഴിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കണം. അപ്പം നമ്മളെപ്പോഴും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ജനിച്ചു കഴിഞ്ഞു, ഇനി മരണം വരെ തുടർച്ചയായിട്ടും നമ്മളെപ്പോഴും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കർമ്മം ചെയ്യുന്നവർക്ക് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചു, കർമ്മം ചെയ്യാതെ പെട്ടെന്ന് നീ സന്യാസിയായിട്ട് പോകാമെന്നൊന്നും വിചാരിക്കേണ്ട അർജുന എന്ന് ഭഗവാൻ ഒരു ഉപദേശം കൊടുത്തിരുന്നു. എന്തിനാണോ നീ ജനിച്ചിരിക്കുന്നത്, നിൻ്റേതായിട്ടുള്ള കുറേ കർമ്മങ്ങളുണ്ടല്ലോ ചെയ്തു തീർക്കാൻ. അവയെല്ലാം ചെയ്തു തീർത്തിട്ട് തന്നെയാണ് നിനക്ക് ധ്യാനം വഴിയും മറ്റ് അഭ്യസനം വഴിയും യോഗിയാവാനോ അല്ലെങ്കിൽ ബ്രഹ്മപദത്തിലെത്താനോ സാധിക്കുള്ളൂ എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. തൻ്റെ കർമ്മമായിട്ടുള്ള യുദ്ധം ചെയ്യൽ, മറ്റേ പാണ്ഡവർ കൗരവരോടുള്ള യുദ്ധം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് തേർത്തടത്തിൽ അമ്പും വില്ലും വെച്ച് ഇരുന്ന അർജുനനെ നമുക്കറിയാം. അവിടെ നിന്ന് അവസാനം താങ്ങ് പറയുന്നത് തന്നെയാണ് ശരി, ഞാൻ ഇതിനെല്ലാം തയ്യാറാണ് എന്ന നിലയ്ക്ക് വരെ ഭഗവാൻ മാറ്റിയെടുത്തു. ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ കർമ്മങ്ങൾക്ക്, ഓരോ കർമ്മങ്ങളും എങ്ങനെ ചെയ്യണം എന്നതിൻ്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ച പോലെ തന്നെ എപ്പോഴും കർമ്മങ്ങൾ ചെയ്യുന്നത് ഭഗവത് സ്മരണ കൊണ്ട് മാത്രമായിരിക്കണം. ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ ശാശ്വതമാകുള്ളൂ എന്നും നമ്മൾ പഠിച്ചു. വെറുതെ നമ്മൾ കുറേ ഏതായാലും ജനിച്ചു, ഇനി കുറച്ച് കർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളല്ല. വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാം നമുക്ക് എന്ത് കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നാലും, ചിലപ്പോൾ ചില നല്ലതല്ലാത്ത കർമ്മങ്ങൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ പോലും ഇത് ഭഗവത് നിയോഗമാണ്, ഇത് ഞാൻ ചെയ്തേ പറ്റൂ എന്ന രീതിയിലെടുത്ത് അതിനെ ശപിക്കാതെ മുറുമുറുക്കാതെ ഇത് ഭഗവാനാണ് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത്, ഞാൻ ഭഗവത് സമർപ്പണമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന രീതിയിലാണ് കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഇനി കർമ്മം ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ഭഗവാനിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നു, എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്നു, എന്നിട്ടും നമുക്ക് മനസ്സമാധാനമൊന്നും കിട്ടുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് നിവൃത്തി മാർഗമുണ്ട്. അത് ജ്ഞാനമാർഗം. വേദശാസ്ത്രങ്ങളുണ്ട്, കർമ്മശാസ്ത്രങ്ങളുണ്ട്, ജ്ഞാനശാസ്ത്രമുണ്ട്. വേദങ്ങളുണ്ട്, ജ്ഞാനശാസ്ത്രമുണ്ട്. അപ്പോൾ ഇതെല്ലാം, അപ്പോൾ പ്രവൃത്തി കഴിഞ്ഞാൽ, പ്രവൃത്തിയിൽ നിന്ന് മനസ്സമാധാനമൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നിവൃത്തി മാർഗം തേടാം. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഉപനിഷത്തുക്കൾ, വേദങ്ങൾ, ഭഗവത്ഗീത, ഇതെല്ലാം പഠിച്ച് അറിവ് നേടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് നിവൃത്തി മാർഗം. ഇനി സാഖ്യശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിലും എഴുതിയിരിക്കുന്ന തത്വങ്ങൾ നമ്മൾക്ക് അറിയാത്ത തത്വങ്ങൾ, ഇപ്പോൾ ഭഗവത്ഗീതയിൽ നിന്ന് തന്നെ നമ്മൾ വളരെയധികം തത്വങ്ങൾ ഉൾക്കൊണ്ടു. അതുപോലെ ഓരോന്നും വായിക്കുമ്പോൾ അതിൽ നിന്നുള്ള തത്വങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മളുടെ മനസ്സിൽ ജ്ഞാനം വർദ്ധിക്കും. ഇനി പുരുഷനെയും പ്രകൃതിയെയും പറ്റി വിവരിക്കുന്നതാണ് സാഖ്യശാസ്ത്രം. സാഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ യോഗശാസ്ത്രമുണ്ട്, സാഖ്യശാസ്ത്രം കപില മഹർഷിയാണ് രചിച്ചിരിക്കുന്നത്. യോഗശാസ്ത്രങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിച്ച് അറിവ് നേടാനുള്ള സോഴ്സസ് എന്ന് പറയാം. ഏതിപ്പോടെ വേണമെങ്കിൽ നമുക്ക് പോവാം. അതിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം അറിവ് കിട്ടും.
അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലാത്ത വഴി ഞാൻ പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. ചുഴന്നിടുന്ന സംസാരചക്രത്തിൽ ഉഴന്നിടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥം അരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. ചുഴന്നിടുന്ന സംസാരചക്രമാണ് ഒരു സൈക്ലിക് പ്രോസസ്സാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം എന്ന് പറയുന്ന പോലെ ജനിച്ചു, അത് കഴിഞ്ഞ് പല അവസ്ഥകളിലൂടെ നീങ്ങിയതിന് ശേഷം ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മരണത്തിലേക്ക് അടുക്കുന്നു. മരണം എപ്പോൾ വേണമെങ്കിൽ വരാട്ടോ, വാർദ്ധക്യത്തിൽ മാത്രമെന്നില്ല, എങ്കിലും മരണം വരുന്നു. ആ മരിച്ചതിന് ശേഷം നമ്മൾ ഈ ജീവിതത്തിൽ, അതായത് ജനനം തൊട്ട് മരണം വരെ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് വീണ്ടും നമുക്ക് പുനർജന്മം തന്നെയായിരിക്കും ഫലം. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ജന്മമായിരിക്കണം. മോക്ഷപ്രാപ്തി നേടിക്കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമില്ല. അതുകൊണ്ട് വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു. അതുകൊണ്ടാണ് ചുഴന്നിടുന്ന സംസാരചക്രം എന്ന് പറഞ്ഞത്. ആ സംസാരചക്രത്തിൽ ഉഴലാണ് നമ്മൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. നിലയില്ല കയത്തിൽ നീന്തി തുടിക്കുന്ന മാതിരിയാണ്. ഓരോന്നും ചെയ്തു തീർക്കാനുള്ള വ്യഗ്രത, ആഗ്രഹം, ഓരോ ആഗ്രഹങ്ങളും സബലീകരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ നമുക്ക് കൂടുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മുക്തി നേടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. വീണു പോവുകയാണ്. ആരുമില്ല കൈതരാൻ, വെള്ളത്തിലാണ്, നിലയില്ല. ആരെങ്കിലും ഹെൽപ്പിന് വിളിച്ചാൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരണ്ടേ? അതിനാളില്ല. അവിടെയാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ അത്രയ്ക്കും കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ജീവിതവുമായിട്ട്. എന്താ കാരണം? ബന്ധനങ്ങൾ, ഞാൻ എൻ്റെ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം വന്നത്. അപ്പോൾ അതിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടിയിട്ട് മഹത്തുക്കളായിട്ടുള്ള പലരും, വലിയ വലിയ മഹാന്മാർ പരമാർത്ഥം അരുൾ ചെയ്തിരിക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ സത്യമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഋഷിമാർ. ആ ഋഷിമാർ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് കേൾക്കുക, ചെവി തന്ന് കേൾക്കണം എന്നാണ്. ചെവി തന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെവി കൊണ്ട് വെറുതെ കേൾക്കണമെന്നല്ല അർത്ഥം, മനസ്സിരുത്തി വായിക്കണം എന്നാണ്. അപ്പോൾ കുട്ടികൾ പഠിക്കും, ആദ്യം ടീച്ചർ ക്ലാസ് എടുക്കുന്നതൊക്കെ പറയും, പക്ഷേ അടുത്ത ചെവി കൂടെ കേട്ട് വലത്തെ ചെവി കൂടെ കളയുന്ന പോലെയായിരിക്കും ചിലർ. കാരണം അവർ സ്വപ്നലോകത്തായിരിക്കും. ടീച്ചർ പറയുന്നത് എന്തൊക്കെയോ ഇത് കൂടെ വന്നു, അപ്പുറത്തെ കൂടെ പോയി എന്ന് പറയുന്ന മാതിരി. ചില കുട്ടികൾ അങ്ങനെയല്ല, വളരെ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് പഠിക്കും. അതേപോലെ തന്നെ ഈ പരമാർത്ഥങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതെല്ലാം സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധയോടുകൂടെ മനസ്സിരുത്തി തന്നെ കേൾക്കണമെന്നാണ്. എന്താ കാരണം? എളുതായിട്ട് മുക്തി ലഭിക്കാനാണ്. എല്ലാവർക്കും ആഗ്രഹം എന്താണ്? മുക്തി ലഭിക്കണം എന്ന് തന്നെയാണ് അല്ലേ? ആ മുക്തി ലഭിക്കണമെങ്കിൽ എളുപ്പമുള്ള വഴിയാണ്. എപ്പോഴും നമ്മൾ ഈസി വേ ആണ് നോക്കുക അല്ലേ? എല്ലാവരും ഈസി വേ ആണ് നോക്കുക. ഇപ്പം പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ അങ്ങനെ പണം സമ്പാദിക്കാം എന്നാണ് പുതിയ ചിന്താഗതി. ഒരു ജോലിയും ചെയ്യാതെ, ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്, ഒരു ജോലിയും ചെയ്യാതെ നമുക്ക് പൈസ സമ്പാദിക്കാനുള്ള ഒരു മാർഗ്ഗമാണത്രേ ലോട്ടറി വിൽപ്പന. അപ്പോൾ ലോട്ടറി വിൽപ്പന അങ്ങോട്ട് ഏറ്റെടുത്താൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറച്ച് ലോട്ടറിക്കുള്ള പൈസയൊക്കെ കൊടുത്ത് അത് വാങ്ങിയിട്ട് ഒരു സ്ഥലത്ത് അവിടെ ഇരുന്നാൽ മതി. വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർക്ക് ലോട്ടറി അടിച്ചാലും നമുക്ക് കമ്മീഷൻ കിട്ടും. ഇനി അത് എടുക്കാത്ത ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അതിലടിച്ചാലും നമുക്ക് ഭാഗ്യം കിട്ടും. അപ്പം എളുതായിട്ട് മുക്തി ലഭിക്കുന്ന പോലെ എളുപ്പത്തിൽ പൈസ സമ്പാദിക്കാം എന്നാണ് പലരുടെയും ചിന്താഗതി. അതുപോലെ ഇവിടെ എളുപ്പത്തിൽ മുക്തിയാണ് നേടേണ്ടത്. എളുപ്പത്തിൽ മുക്തി നേടാൻ ഈ കലികാലത്ത് നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? തിരുനാമ സങ്കീർത്തനം, ഭഗവാനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക, കഥകൾ കേൾക്കുക, രചന നടത്താൻ പറ്റുമെങ്കിൽ അത് രചിക്കുക. ധാരാളം പാടാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ധാരാളമായിട്ട് ഭഗവാന്റെ സ്തുതികൾ അതിങ്ങനെ പാടിക്കൊണ്ട് നടക്കുക. എത്ര ഉറക്ക വേണമെങ്കിൽ രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ എന്നും പറഞ്ഞ് നമുക്ക് കൈയടിച്ച് പാടാൻ പറ്റും. പക്ഷേ സമൂഹത്തിൽ ഇറങ്ങി നിന്നിട്ടല്ല, അവനെൻ്റെ വീട്ടിലെ റൂമിലിരുന്നിട്ടായിരിക്കണം ആദ്യം മാത്രം, പിന്നീട് കുഴപ്പമില്ല. അത്രയും ഉറക്കെ നമുക്ക് ഭഗവാന്റെ മുന്നിൽ ചെന്ന്
അത്ര ആത്മാർത്ഥമായിട്ട് ഭഗവാനെ വിളിക്കാൻ സാധിക്കും. ഇതെല്ലാമാണ് ഭഗവത് സ്മരണ മാത്രമാണ് നമുക്ക് മുക്തി എളുപ്പത്തിൽ ലഭിക്കാനുള്ള കാര്യം. അതുകൊണ്ട് മഹത്തുക്കൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിരുത്തി കേൾക്കുക എന്നാണ് പറഞ്ഞത്. ഇനിയും തുടരുന്നു. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ മുന്നമീ കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം, നമ്മളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്നത് എന്താണ്? കർമ്മം കൊണ്ടാണ്. ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ ഒരു ഭാണ്ഡക്കെട്ടും കൊണ്ടാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പഴയ ജന്മത്തിലെ കർമ്മങ്ങളാണ്. അതെല്ലാം ഇവിടെ ചെയ്തു തീർക്കുമ്പോൾ അത് പ്രാരബ്ധ കർമ്മമായിട്ട് മാറും. ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ ജീവിതം തീരും. അപ്പോൾ വീണ്ടും ഇത് ബാക്കി വരും. അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും അത് വരും. ഇനി ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലങ്ങളോ കർമ്മഫലങ്ങൾ അത് വേറെയും വരും. അപ്പോൾ ഈ പ്രാരബ്ധകർമ്മം, സഞ്ചിതകർമ്മം, പ്രാരബ്ധകർമ്മമൊക്കെ നമ്മൾ ഭഗവത്ഗീതയിൽ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കൊണ്ടുവരുന്ന കർമ്മങ്ങളുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ബാക്കിയുള്ളത്, ഇന്നലത്തെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചത് അതിന് ഇന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ കഴിച്ചു കഴിഞ്ഞാൽ അതും ബാക്കി വരും. ഇനി അത് നാളേക്ക് വരും എന്ന് പറഞ്ഞ പോലെ കഴിച്ചു കഴിഞ്ഞാലും ഇപ്പം നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലായിരിക്കും പൂർത്തിയായിട്ടുണ്ടാവുള്ളൂ. ഇനി ഈ ജന്മത്തിൽ കഴിയുന്നതും പുണ്യപ്രവൃത്തികൾ മാത്രം ചെയ്ത് ജീവിച്ചാൽ നമ്മളുടെ പഴയ അതായത് ദുഷ്കർമ്മങ്ങൾ, നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ ഒരുവിധം ഒടുങ്ങി. എന്നിട്ട് നമ്മൾ ഈ ജന്മത്തിൽ പുണ്യകർമ്മങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ജന്മം നമ്മൾക്ക് ശ്രേഷ്ഠജന്മമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ ബന്ധിക്കുന്നത് ഇതാണ്, കർമ്മം കൊണ്ടാണ് നമ്മളെല്ലാവരും ബന്ധിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പണം ചെയ്ത് അല്ലെങ്കിൽ ഭഗവത് സമർപ്പിച്ച് ചെയ്യണമെന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഓരോ കാര്യങ്ങളിൽ ആസക്തി വരുമ്പോഴാണ് അവിടെ ബന്ധനം വരുന്നത്. ആ ബന്ധനം നമ്മളെ ബന്ധങ്ങളുണ്ടാക്കും. അതുകൊണ്ടാണ് എല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ ഈ ജന്മമെങ്കിലും ജീവിക്കണം, എന്നാൽ നമ്മൾ അടുത്ത ജന്മത്തിൽ രക്ഷപ്പെടും. ഇനി മുന്നമിക്കണ്ട വിശ്വം അശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി എന്നാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആദ്യകാലത്ത്, ഇതിന് മുന്നേ ഏറ്റവും മുന്നേ ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം ഒരു ജ്യോതിസ്വരൂപമായിരുന്നു. അശേഷം വിശ്വം എന്നാണ്, ഒരേ ഒരു വിശ്വം, ഒറ്റ വിശ്വമേ ഉള്ളൂ. ആ വിശ്വം പ്രപഞ്ചം എന്ന് നമ്മൾ പറയുന്നത് ഒരു ജ്യോതിസ്വരൂപമായിരുന്നു. ഒന്നും ചെന്നങ്ങ് തന്നോട് പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ. അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ച അതേ തത്വങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. പരമാത്മാവ് ശക്തിസ്വരൂപിണിയായ മായയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണ് ആ പരമാത്മാവ്. മായ എപ്പോഴും ത്രിഗുണാത്മകത നിറഞ്ഞതാണ്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ അതിലേക്ക് ചേർന്ന് സൃഷ്ടി നടത്തുന്നു. അങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി. നാരായണീയത്തിലെയും ആദ്യത്തെ ദശകങ്ങൾ പ്രപഞ്ച സൃഷ്ടി വിവരിക്കുന്നതാണ്. എന്നാൽ ഈ പരമാത്മാവ് മായയോട് ചേർന്ന് സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിലും യാതൊരു ബന്ധവും ഉണ്ടാവുന്നില്ല. അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. മായയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വേറിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നും ചെന്നങ്ങ് തന്നോട് പറ്റാതെ എന്ന് പറഞ്ഞ് ഒന്നിനോടും ചേർന്ന് നിൽക്കുന്നില്ല. അപ്പോൾ പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നിനോടും മമതയുമില്ല. അങ്ങനെയാണ് പരമാത്മാവ് നിലനിൽക്കുന്നത്. എന്നാലോ ഈ പരമാത്മാവ് പ്രകൃതിയുമായിട്ട് ചേർന്നാൽ മാത്രമേ അവിടെ സൃഷ്ടി നടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്വർണത്തിൻ്റെയും കഥയും മൺപാത്രങ്ങളുടെ കഥയൊക്കെ ഭഗവത്ഗീതയിൽ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണ്ണിൽ നിന്നാണ് പാത്രങ്ങൾ ഉണ്ടാവുന്നത്, സ്വർണത്തിൽ നിന്നാണ് ആഭരണങ്ങൾ, പലതരം ആഭരണങ്ങൾ ഉണ്ടാവുന്നത്. ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാലയുണ്ടാക്കുന്നു, കമ്മലുണ്ടാക്കുന്നു, വളയുണ്ടാക്കുന്നു. ഇതെല്ലാം സ്വർണമാണ്. മാലയെ മാലയായിട്ടും ഇതൊരു മാലയാണ് എന്നും വളയെ ഇതൊരു സ്വർണ്ണ വളയാണെന്നും വേർതിരിച്ച് കാണുന്ന ആൾക്കാരുണ്ട്.
അതേസമയത്ത് കുറച്ച് വിവരമുള്ള ആൾക്കാർ ഇതെല്ലാം ഒരേ ഒരു സ്വർണത്തിൽ നിന്നുണ്ടായതാണ് എന്ന് മനസ്സിലാക്കുന്നവരുമുണ്ട്. അതേപോലെ തന്നെയാണ് മൺപാത്രത്തിൽ നിന്ന് നമ്മളിപ്പോൾ പലതരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം വന്നത് ഒരേ ഒരു മണ്ണിൽ നിന്നാണ്. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടത് സാക്ഷാൽ പരമാത്മാവിൽ നിന്ന് തന്നെയാണ്. ആ പരമാത്മാവിൽ നിന്ന് അത് പ്രകൃതിയോട് ചേർന്ന് ആണ് സൃഷ്ടി നടത്തിയത് എന്ന് നാം മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു ജ്ഞാനിക്ക് പരമാത്മാവിനെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനെയാണല്ലോ നമ്മൾ ആത്മസംയമനം നേടുക എന്ന് പറയുന്നത്. ഇതെല്ലാം ഭഗവത്ഗീതയിൽ വിശദമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ സാക്ഷാൽ പരമാത്മാവും പ്രകൃതിയും ചേർന്നിട്ടുള്ള പ്രപഞ്ച സൃഷ്ടിയാണ്. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ അവസാനം എന്താണ്? ഇനി കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രളയം, വീണ്ടും എല്ലാം കൂടെ ഒന്നിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഈ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ. അതുകൊണ്ട് ഇതിൽ പറയുന്ന ഈ തത്വങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ ആവശ്യം. ബാക്കിയെല്ലാം സാധാരണ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന വരികളാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തുടരാം. സ്മിൻ പരാത്മനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു.